ഹലോ, വെൽക്കം ടു ജോസ്നാസ് കിച്ചൺ വേൾഡ്. അപ്പം നമുക്കിന്ന് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് 8 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചതച്ച് ചേർത്താൽ മതിയാവും. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. കുറച്ചധികം വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 2 വെളുത്തുള്ളി അരിഞ്ഞത്, അതേപോലെ 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായി വഴറ്റി അതൊരു ഗോൾഡൻ നിറമാകാൻ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തീ വളരെ ലോയിലിട്ടാൽ മതിയാവും. ശേഷം മൂടി തുറന്ന് അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ ഒരു 2 വറ്റൽമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. പകരം 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതിയാവും. ഞാനിവിടെ വറ്റൽമുളക് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. ശേഷം അത് നന്നായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയർ എല്ലാം ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കാം. ഇപ്പം മസാല അടിയിലായിരിക്കും കിടക്കുന്നത്. നമുക്കതെല്ലാം കൂടെ ഇളക്കി മുകളിൽ കൊണ്ടുവരാം. ശേഷം ഇത് വേവാൻ ആവശ്യമായ ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നമുക്ക് പയർ വേവിച്ചെടുക്കാം. നമുക്ക് എത്രത്തോളം നിറം മാറി ഉണങ്ങി വരണോ അത്രത്തോളം നമുക്ക് വേവിക്കാം. അപ്പം ഞാനിവിടെ ഒരു സെർവ് ചെയ്തിട്ടുണ്ട്.